എന്താണ് തമ്പനെയിൽ? തമ്പനെയിൽ എങ്ങനെ നിർമ്മിക്കാം? ഏത് ആപ്പ് ഉപയോഗിച്ച് നമുക്ക് തമ്പനെയിൽ എളുപ്പമായിട്ട് നിർമ്മിക്കാം? ആ നിർമ്മിച്ച തമ്പനെയിൽ എങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തമ്പനെയിൽ അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ യൂട്യൂബിനകത്ത് ഞാൻ കാണിച്ചു തരാം. ഒരാളതാണ്ട് ഇപ്പോൾ ഈ വീഡിയോ തന്നെ തൻ്റെ വണ്ടി റിവേഴ്സിൽ ഓടിക്കുക നിങ്ങൾ പഠിച്ചിരിക്കും, ഉറപ്പ് 100%. ഇത് ആ പുള്ളിയുടെ ആ വീഡിയോയെക്കുറിച്ചുള്ള വിവരങ്ങളടങ്ങി ആ പുള്ളിയുടെ ഫോട്ടോസ് ആയതുകൊണ്ടുള്ള ഒരു തമ്പനെയില്ല. ഇത് നമ്മൾ ഉണ്ടാക്കി നമ്മുടെ വീഡിയോയിൽ എങ്ങനെ കൊടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആപ്പുകളുണ്ട്. പ്ലേ സ്റ്റോറിൽ ഇഷ്ടംപോലെ ആപ്പുകളുണ്ട് തമ്പനെയിൽ ഉണ്ടാക്കാവുന്ന. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന അഡോബ് എക്സ്പ്രസ് എന്ന് പറയുന്നതുണ്ട്. അഡോബ് എക്സ്പ്രസ് എടുത്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞ് അതിനകത്ത് കസ്റ്റം പ്ലേസ്, ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ്, ലോഗോസ്, ഇങ്ങനെ വരുന്നുണ്ട്. അതിനകത്ത് യൂട്യൂബ് തമ്പനെയിൽ എന്ന് പറഞ്ഞ് അവിടെ ടച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു സ്പേസ് വരും. ഇപ്പോൾ ഇങ്ങനെ സ്പേസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പിന്നെ എന്ത് വേണമെന്ന് വെച്ചാൽ എഴുതി അവിടെ ഫോട്ടോ ചെയ്യാനുള്ള, എഡിറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. നമ്മളിതാണ്ട് അവിടെ ഈ ആടുള്ളത് ആഡ് അതിനകത്ത് ടച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലും കിട്ടുന്നത് അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാനൊരു റെഡ് എടുക്കുകയാണ്. റെഡ് സെലക്ട് ചെയ്ത് റെഡ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇതിനകത്ത്. നമുക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഒരു റെഡ് എടുക്കുക. അതുകൊണ്ട് പ്ലെയിനായിട്ടുള്ള ഒരു റെഡ് എടുത്ത് ഞാൻ ടച്ച് ചെയ്തതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ക്രൗൺ കൊടുത്തിട്ടുള്ള ഒരു റെഡ് ഉണ്ട്. അത് അങ്ങനെയുള്ള ക്രൗൺ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടത്തില്ല, അത് പൈസ അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ മേളിൽ ആഡ് വണ്ണെന്നും പറഞ്ഞുകൊണ്ട് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് പിൻ ടു ബാക്ക്ഗ്രൗണ്ട് മൂവ് ഫ്രീലി പറഞ്ഞിട്ടുണ്ട്. ആ മൂവ് ഫ്രീലി ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് അതിനകത്ത് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് സൂം ചെയ്തെടുത്ത് അതായത് നമ്മുടെ ആ ഫുള്ള് സ്പേസിനകത്താക്കി. അപ്പോൾ ഇതാണ് ശരിക്കും തമ്പനെയിലിൻ്റെ ആ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫുള്ള് റെഡായി. ഇനി നമുക്ക് അതിനകത്ത് എഴുതാം. ഞാൻ എഴുതുന്നത് മോഹൻലാലിൻ്റെ ഒരു സൂപ്പർ ചിത്രം. ഇത്ര ഞാൻ അതിനകത്ത് ടൈപ്പ് ചെയ്യുകയാണ്. അതുകൊണ്ട് ടൈപ്പ് ചെയ്ത് നമുക്കതങ്ങനെ ആ ലെറ്ററൊക്കെ ഏത് സൈസ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതുപോലെ ഇവിടെ ഫ്രണ്ടെന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ ലെറ്ററിൻ്റെ സൈസ് മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ഏജ് ഇതായി നമുക്ക് കട്ടിയായിട്ടോ കട്ടി കുറച്ചോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തപ്പോൾ അച്ചൂടെ കനത്തിലായി. നമ്മളച്ചൂടി അത് വലുതാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ വരും, അടുപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരും. നമ്മൾ കൊടുത്തു. ഇനി അതിനൊരു കളർ കൊടുക്കണം. ഇപ്പോൾ വെള്ള കളർ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഇവിടെ കളർ വരും. ഇപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് ഇവിടെ വൈറ്റ് കിടക്കുന്നു. ഇങ്ങോട്ട് നീക്കി കൊടുത്താൽ നീല, റെഡിനകത്ത് അത് പറ്റത്തില്ല. ഗ്രീൻ, അപ്പം ഇതിൽ എറിക്കുന്നത് നീല എറിക്കും, ബ്ലാക്ക് ഇത് എറിക്കും. അപ്പം ഞാൻ നീല കൊടുക്കുകയാണ്. ഇതിപ്പം മോഹൻലാലിൻ്റെ സൂപ്പർ ചിത്രം. അങ്ങനെ ഇനിയിപ്പം നമുക്ക് അതിനകത്ത് കൊടുക്കേണ്ടത് അത് അത്രയും സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഡണ്ണ് കൊടുത്തു. ഇനി വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആഡ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫോട്ടോസ് കിടപ്പുണ്ട്. ഈ ഫോട്ടോസിനകത്ത് നമ്മൾ ലോഡ് ചെയ്തിട്ടിട്ട ഫോട്ടോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഫോട്ടോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഒരു ഫോട്ടോ. അപ്പോൾ ഒരു മോഹൻലാലിൻ്റെ ഫോട്ടോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് അത് വീണ്ടും അത് എടുക്കുമ്പം മൂവ് ഫ്രീലി എന്നുള്ളതിനകത്ത് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് ആ ഫോട്ടോ എവിടെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും, ഏത് സൈഡിൽ വേണമെങ്കിലും. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ആയാലും എന്തിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോ നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അതവിടെ കൊടുത്തു.
ഇതിപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും നീക്കാം, നേരെ വേണമെങ്കിൽ കൊടുക്കാം. മോഹൻലാലിൻ്റെ ഒരു സൂപ്പർ ചലച്ചിത്രം എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇങ്ങനെ കൊടുത്തിട്ട് ഈ ഫോട്ടോ നമുക്ക് വലുതാക്കി കൊടുക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇനി നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എഴുതാം. വേറെ എന്തെങ്കിലും ഫോട്ടോ കൊടുക്കണമെങ്കിൽ വേറെ ഫോട്ടോ കൊടുക്കാം. ഇതിപ്പം ചൂടെ നീക്കണമെങ്കിൽ മേലോട്ട് നീക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് വേണ്ടി ഞാൻ കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ലെറ്ററിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഏത് രീതി വേണമെങ്കിലും എന്താ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിവിടെ എന്ത് വേണമെങ്കിലും കൊടുക്കാം, എന്ത് വേണമെങ്കിലും എഴുതാൻ പറ്റും. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അത് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അത് വേറൊരു കളർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ അവിടെ നീലയാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഇതിപ്പോൾ നമ്മളിങ്ങനെ കൊടുത്ത് നമ്മളാ ഫ്രണ്ട് അടിച്ചു കഴിഞ്ഞാൽ അതാണ്ട് ഈ ലെറ്ററിൻ്റെ രീതി മാറും. ഇതുണ്ട്. അപ്പോൾ അങ്ങനായി ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അത് കളർ കൊടുക്കുന്നത് അവിടെ തന്നെ ടച്ച് ചെയ്തുകൊണ്ട് കൊടുക്കുമ്പോഴാണ്ട് കളർ വരും. കളറൊന്ന് അതിലൊന്നുകൂടി ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കൊടുക്കാം. നീല കൊടുക്കാം, കറുപ്പ്, റെഡ് പേപ്പർ ആയതുകൊണ്ടാണ് ഈ വിഷയം. അപ്പോൾ നമ്മൾ മഞ്ഞ കൊടുത്ത് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഇത് നമുക്ക് ഇത്രയും ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. കാരണം ഇത് ഡൺ കൊടുത്തു കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഇവിടെ മേളിൽ ഡൗൺലോഡിൻ്റെ ഒരു ആരോ ഉണ്ട്. ഇതുണ്ട്, ഡൗൺലോഡായി. അപ്പോൾ ഇത് നമ്മുടെ ഫയലിൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതെടുത്ത് നമ്മൾ യൂട്യൂബിൽ എങ്ങനെ കൊടുക്കുമെന്ന് നോക്കാം. ഇതിപ്പം നമ്മുടെ തമ്പനെയിൽ റെഡി ആയിട്ടുണ്ട്. ഈ റെഡി ആയിട്ടുള്ള തമ്പനെയിൽ യൂട്യൂബ് വീഡിയോയിൽ എങ്ങനെ ആഡ് ചെയ്യുമെന്ന് നോക്കാം. ഇപ്പം നമുക്കെല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ YT സ്റ്റുഡിയോ എന്നും പറഞ്ഞ ഒരു ആപ്പും ഉണ്ട്. ഇല്ലാത്തവരത് എടുക്കണം. അതിനകത്ത് ആണ് നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ കൂടുതൽ പറ്റുന്നത്. അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്തെടുത്ത് അപ്പോൾ ടച്ച് ചെയ്ത് അതുകൊണ്ട് ഇവിടെ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. ആരോയിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ വീണ്ടും അതുകൊണ്ട് ആ ഒരു ആരോ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ വീഡിയോയിൽ തന്നെയുള്ള കുറേ ഫോട്ടോകളും വരും. ഇതുണ്ടല്ലോ 1 2 3 4 ഫോട്ടോകൾ വീഡിയോയിൽ തന്നെ ഉള്ളതുണ്ട്. അല്ലാതെ തന്നെ അതുകൊണ്ട് കസ്റ്റം തമ്പനെയിൽ എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. ഈ കസ്റ്റം തമ്പനെയിൽ ഞെക്കും. കസ്റ്റം തമ്പനെയിൽ അടിച്ചു കൊടുക്കുമ്പോൾ എന്താ നമ്മുടെ തമ്പനെയിലിൻ്റെ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ട് ടച്ച് അവിടെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ ഫോട്ടോ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. കണ്ട് മോഹൻലാലിൻ്റെ ഒരു സൂപ്പർ ചിത്രം. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഡൺ ചെയ്യുക. ഡൺ ചെയ്തിട്ട് കണ്ട് സേവ് ചെയ്യുക. ഓക്കെ, സേവ് ചെയ്തു. ഇപ്പോൾ ഇത് നമ്മുടെ തമ്പനെയിലായി. ഇനി നമ്മൾ ആ വീഡിയോ എടുത്ത് നോക്കേ. ഉണ്ട് മോഹൻലാലിൻ്റെ ഒരു സൂപ്പർ ചിത്രം. ഇത്രയും പണിയേ ഉള്ളൂ. ഇത് നിസ്സാരമായ ഒരു കാര്യം തന്നെയാണ്. ഈ തമ്പനെയിലാണ് നമ്മുടെ വ്യൂസ് കൂട്ടുന്നതും ആളുകൾക്ക് ഇത് കാണാനുള്ളൊരു പ്രേരണ കൊടുക്കുന്നതും. നമ്മുടെ തമ്പനെയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ഫോട്ടോ ഉണ്ട്, നമ്മുടെ വീഡിയോയെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങൾ അതിനകത്ത് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആണോ എന്നൊക്കെ പെട്ടെന്ന് അറിയണമെങ്കിൽ ആ വീഡിയോ പിന്നെ വീഡിയോയുടെ തമ്പനെയിൽ എപ്പോഴും ക്ലിയർ ആയിരിക്കണം. നല്ലൊരു തമ്പനെയിലായിരിക്കണം. നല്ല ക്ലാരിറ്റി ഉള്ളതും ഭംഗിയുള്ളതും വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു തമ്പനെയിലാണെങ്കിൽ പെട്ടെന്ന് ആളുകൾ അതിനകത്ത് ടച്ച് ചെയ്യും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. താങ്ക്സ്.